वो खज़ाइन जो हजारों साल से मदफून थे, अब मैं देता हूँ अगर कोई मिले उम्मीदवार, कोई मिले उम्मीदवार। അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയിൽ ഇന്ന് സയ്യിദന ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മഹത്തായ കൃതിയായ ദഅവത്തുൽ അമീർ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അഹമ്മദിയത്തിൻ്റെ സന്ദേശം അഫ്ഗാനിസ്ഥാൻ രാജാവായ അമീർ അമാനുല്ലാ ഖാനെ അറിയിക്കുന്നതിനായി 1924 ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു രചിച്ച ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ് ഇത്. ഏകദേശം 400 പേജുകളുള്ള ഈ പുസ്തകത്തിൻ്റെ പേർഷ്യൻ പരിഭാഷ ഹദ്റത്ത് ഹക്കീം മൗലാന ഉബൈദുള്ള ബിസ്മിൽ സാഹിബ് അമീർ അമാനുല്ലായ്ക്ക് വേണ്ടി തയ്യാറാക്കുകയുണ്ടായി. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഇത് രചിക്കാനുള്ള 2 ലക്ഷ്യങ്ങൾ ഹുസൂർ റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചിരിക്കുന്നു. ഒന്നാമതായി, അല്ലാഹു തആലയുടെ ഭാഗത്തു നിന്ന് ലോകത്തെ മുഹമ്മദീയ കേന്ദ്രത്തിൽ ഒരുമിപ്പിക്കാൻ ഉയർന്നു വന്ന ആ ശബ്ദം അങ്ങയുടെ അടുത്തെത്തിക്കുക എന്നതാണ്. രണ്ടാമതായി, അങ്ങയുടെ സംരക്ഷണത്തിൽ അഹമ്മദിയ ജമാഅത്തിലെ കുറച്ച് അംഗങ്ങൾ താമസിക്കുന്നുണ്ടെന്നും അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചും അങ്ങയെ അറിയിക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അങ്ങയുടെ വ്യക്തിപരമായ അറിവുകൊണ്ട് അതിൽ തീരുമാനമെടുക്കാൻ അങ്ങേക്ക് കഴിഞ്ഞേക്കും. ദഅവത്തുൽ അമീറിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു എഴുതിയ വിഷയങ്ങളുടെ സംഗ്രഹം ഇതാണ്. ആദ്യം തന്നെ അഹമ്മദിയ ജമാഅത്തിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ അദ്ദേഹം സംക്ഷിപ്തമായി അവതരിപ്പിക്കുകയുണ്ടായി. തുടർന്ന് നമ്മളും മറ്റുള്ളവരുമായുള്ള വ്യത്യാസങ്ങൾ എന്ന തലക്കെട്ടിൽ ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാമിൻ്റെ വിയോഗം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വിശദീകരിക്കുന്നു. സഹാബികളും അഹ്ലുൽ ബൈത്തും ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാമിൻ്റെ വിയോഗത്തിൽ വിശ്വസിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാം ജഡിക ശരീരത്തോടെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരികയില്ലെന്നും പ്രസ്താവിക്കുകയുണ്ടായി. ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഇറങ്ങും എന്നതിൻ്റെ ശരിയായ അർത്ഥം അദ്ദേഹം വിശദീകരിക്കുന്നു. കൂടാതെ ആഗമനം പ്രവചിക്കപ്പെട്ട മസീഹ് മുഹമ്മദീയ സമുദായത്തിൽ നിന്ന് തന്നെ ആയിരിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. തുടർന്ന് ഖാത്തമുൻ നബിയീൻ എന്നതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം അദ്ദേഹം വിശദീകരിച്ചു. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല എന്നും ഇന്നി ആഖിറുൽ അംബിയ, അതായത് ഞാൻ പ്രവാചകനിലെ അവസാനത്തവനാണ് എന്നതുപോലുള്ള ഹദീസുകൾക്ക് അദ്ദേഹം വിശദീകരണം നൽകുകയുണ്ടായി. പിന്നീട് ജിഹാദിൻ്റെ ശരിയായ അർത്ഥവും ആശയവും അദ്ദേഹം വിശദീകരിക്കുന്നു. അഹമ്മദിയ ജമാഅത്ത് ജിഹാദിൽ വിശ്വസിക്കുന്നില്ല എന്ന ആരോപണത്തെ അദ്ദേഹം നിഷേധിക്കുകയുണ്ടായി. തുടർന്ന് സയ്യിദന ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അവകാശവാദങ്ങളിലേക്ക് അദ്ദേഹം വെളിച്ചം വീശുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്ക് 12 തെളിവുകളും നിരത്തുകയുണ്ടായി. ഒന്നാമത്തെ തെളിവായി കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന തലക്കെട്ടിൽ ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആഗമനത്തിൻ്റെ ആവശ്യകത അദ്ദേഹം സ്ഥാപിക്കുന്നു. രണ്ടാമതായി, മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സാക്ഷ്യങ്ങൾ അദ്ദേഹം വിവരിച്ചു. അതായത് മസീഹ് മൗദിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ബലഹീനതയെയും അധപതനത്തെയും കുറിച്ചുള്ള ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനങ്ങൾ അവ പകൽ വെളിച്ചം പോലെ പൂർത്തിയായിരിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിൻ്റെ പുരോഗതിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും തീർച്ചയായും നിറവേറുമെന്നും ഒരു ദിവസം ഇസ്ലാം എല്ലാ മതങ്ങളെയും ലോകത്തെയും നിശ്ചയമായും കീഴടക്കുമെന്നുമുള്ള ഉറപ്പ് നൽകുന്നു. സയ്യിദന ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സത്യസന്ധതയുടെ 12 തെളിവുകളെയും എല്ലാ പ്രധാന ശാഖാപരമായ തെളിവുകളും സാക്ഷ്യങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. നാലാമത്തെ തെളിവ്, മിഥ്യാമതങ്ങൾക്കെതിരെ ഇസ്ലാമിൻ്റെ വിജയം എന്ന തലക്കെട്ടിൽ അഹമ്മദിയത്തിൻ്റെ മഹത്തായ അറിവുള്ള തെളിവുകളുടെ ശ്രേഷ്ഠതയും
എല്ലാ മതങ്ങൾക്കെതിരായ അതിൻ്റെ ആധിപത്യവും അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അഞ്ചാമത്തെ തെളിവ്, മതത്തിൻ്റെ നവീകരണം എന്ന തലക്കെട്ടിൽ മുസ്ലിങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന തെറ്റായ നിരവധി വിശ്വാസങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുകയും അവയെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തിരുത്തുകയും ചെയ്തതായി അദ്ദേഹം സമർത്ഥിക്കുകയുണ്ടായി. ആറാമത്തെ തെളിവ്, ദൈവിക സഹായം എന്ന തലക്കെട്ടിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും അദ്ദേഹത്തിൻ്റെ ജമാഅത്തിനും അല്ലാഹു തആലയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച മഹത്തായ പിന്തുണയും സഹായവും അദ്ദേഹം വിവരിക്കുന്നു. പത്താമത്തെ തെളിവായി, പ്രവചനങ്ങൾ എന്ന തലക്കെട്ടിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 12 മഹത്തായ പ്രവചനങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നു. ചുരുക്കത്തിൽ അഹമ്മദിയത്തിൻ്റെ സത്യസന്ധത സ്ഥാപിക്കുന്നതിനും എതിരാളികളുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകുന്നതിനും അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനും ഈ പുസ്തകം അതീവ ഫലപ്രദമാണ്. സയ്യിദന ഹസ്രത്ത് മുസ്ലിം മൗഊദ് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നു, ദഅവത്തുൽ അമീറിൻ്റെ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമാകുന്നത് അവരോടൊപ്പം ദൈവിക സഹായം കൂടിയിട്ടുണ്ടെന്നും അവ മനുഷ്യൻ്റെ വാക്കുകളെല്ലാം മറിച്ച് അല്ലാഹു തആല ഇൽക്ക അഥവാ അറിയിച്ചു തന്ന വാക്കുകളുമാണെന്നാണ്. ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഈ പുസ്തകത്തിൻ്റെ അവസാനം അമീർ അമാനുല്ലായെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഈ ലോകം കുറച്ച് ദിവസത്തേക്കുള്ളതാണ്. ആര് എത്ര നാൾ ജീവിക്കുമെന്നറിയില്ല. അവസാനം എല്ലാവരും മരിക്കുകയും അല്ലാഹു തആലയുടെ മുന്നിൽ സന്നിഹിതരാകുകയും ചെയ്യുന്നതാണ്. ആ സമയത്ത് ശരിയായ വിശ്വാസങ്ങളും സൽക്കർമ്മങ്ങളും അല്ലാതെ മറ്റൊന്നും ഉപകാരപ്പെടുകയില്ല. രാജാക്കന്മാരും പാവപ്പെട്ടവരും ഈ ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല. കൂടെ പോകുന്നത് വിശ്വാസവും സൽക്കർമ്മങ്ങളും മാത്രമാണ്. അതിനാൽ അല്ലാഹു തആലയുടെ നിയമത്തിനിൽ വിശ്വസിക്കുക. അപ്പോൾ അല്ലാഹു തആല നിങ്ങൾക്ക് സമാധാനം നൽകുന്നതായിരിക്കും. ഇസ്ലാമിൻ്റെ ശബ്ദത്തെ സ്വീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തിൽ നിന്ന് ഓഹരി ലഭിക്കും. എന്നിൽ നിർബന്ധമായിരിക്കുന്ന ഈ കടമ ഞാൻ ഇന്ന് നിറവേറ്റിയിരിക്കുന്നു. അല്ലാഹു തആലയുടെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. ഇനി വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എന്നത് നിങ്ങളുടെ കാര്യമാണ്. അഹമ്മദിയത്തിൻ്റെ ചരിത്രകാരനായ ദോസ്ത് മുഹമ്മദ് സാഹിബ് താരിഖെ അഹമ്മദിയത്ത് വാല്യം 4 എഴുതുന്നു, ദുഃഖകരമെന്ന് പറയട്ടെ, അമീർ അമാനുള്ള ഖാൻ ഈ സ്വർഗീയ സമ്മാനം സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ വരാൻ വിസമ്മതിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അങ്ങേയറ്റം ധിക്കാരത്തോടെയും നിർഭയത്വത്തോടെയും നിസ്സഹായരായ അഹമ്മദികളെ തുടർച്ചയായ പീഡനങ്ങൾക്കിരയാക്കി. അതിൻ്റെ ദുരിതം അദ്ദേഹത്തിന് വേദനാജനകമായ രീതിയിൽ അനുഭവിക്കേണ്ടി വന്നു. അത് ലോകാവസാനം വരെ ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അതായത് 1929 ബച്ചാ സക്ക എന്നൊരു കൊള്ളക്കാരൻ കാബൂളിലെ സിംഹാസനം പിടിച്ചടക്കി. അദ്ദേഹത്തിന് ആദ്യം കാണ്ഡഹാറിലേക്കും പിന്നീട് കാണ്ഡഹാറിൽ നിന്ന് മുംബൈ വഴി ഇറ്റലിയിലേക്കും പലായനം ചെയ്യേണ്ടി വന്നു. അവിടെ അദ്ദേഹം വർഷങ്ങളോളം ദുരിതപൂർണവും അജ്ഞാതവുമായ ജീവിതം നയിച്ചതിന് ശേഷം 1960 ഏപ്രിൽ 3 മരണമടയുകയുണ്ടായി. കൂടാതെ അദ്ദേഹം പറയുന്നു, അമീർ അമാനുള്ള ദഅവത്തുൽ അമീറിന് യാതൊരു പ്രാധാന്യവും നൽകിയില്ലെങ്കിലും ഈ പുസ്തകം നിരവധി ഭാഗ്യവാന്മാരായ ആത്മാക്കൾക്ക് മാർഗദർശനത്തിന് കാരണമായിട്ടുണ്ട്. ഇന്നും അത് തുടരുന്നു. ചൗധരി ഫക്കീർ മുഹമ്മദ് സാഹിബ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഹമ്മദിയത്തിലേക്ക് വരാനുള്ള കാരണം ഈ മഹത്തായ പുസ്തകമാണ്. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.